أعوذ بالله من الشيطان الرجيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച കാര്യവും ഹിജ്റ നമ്മളോട് സംസാരിക്കുന്ന പാഠങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ സംസാരിക്കുകയുണ്ടായി. ഇസ്ലാം ലോകത്ത് വികസിക്കുവാനും വളരാനും ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ലോകത്തുടനീളം പ്രചരിക്കുവാനുമൊക്കെ ഹിജ്റ വലിയ കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുണ്ടായി. മുസ്ലിം സമൂഹത്തിന് നമ്മളെല്ലാവരും കൂടി ചേരുമ്പോൾ നമ്മളൊരു സമൂഹമായി മാറുകയാണല്ലോ. അപ്പോൾ നമ്മളൊരു സമൂഹമായി മാറുമ്പോൾ നമുക്ക് ഇസ്ലാമികമായി നിർവഹിക്കാൻ ചില ദൗത്യങ്ങളുണ്ട് എന്നതിലേക്കുള്ള സൂചനകൾ കൂടി നമ്മൾ പറയുണ്ടായി. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു മുസ്ലിമാണല്ലേ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും വിശ്വാസികളാണ്. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നതിൻ്റെ ചോദ്യത്തിന് പ്രധാനമായിട്ടും രണ്ട് ഉത്തരങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, നമ്മൾ ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലക്ക്, ഇപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ ആളുകളാണല്ലോ അല്ലേ. ഞാൻ ഒരു വിശ്വാസിയാകുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് നമ്മളുടെ വിശ്വാസം. ഞാൻ വിശ്വാസിയാകണമെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടാവണം, ഈമാൻ ഉണ്ടാവണം. അതുപോലെ തന്നെ എനിക്ക് ആരാധനാ കർമ്മങ്ങൾ ഞാൻ ചെയ്യണം, നിസ്കാരം നോമ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇത് വ്യക്തിപരമായി ഇൻഡിവിജ്വലി നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ട നന്മകളാണ്. അതൊക്കെ നമ്മളിൽ ഉണ്ടായാലാണ് നമ്മൾ നല്ല വിശ്വാസിയായിട്ട് മാറുക. എന്നാൽ ഇത് മാത്രം ഉണ്ടായാൽ നമ്മൾ നല്ല വിശ്വാസിയാവോ എന്നതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരാൾ നല്ല ഈമാനുണ്ട്, അതുപോലെ തന്നെ നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്വഭാവമാണ്, ഓക്കെ. എന്നാൽ അത് അയാളുടെ വിശ്വാസം കംപ്ലീറ്റ് ആയോ, അല്ലെങ്കിൽ അയാളൊരു കംപ്ലീറ്റായ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഖുർആൻ അങ്ങനെയല്ല പറയുന്നത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ വ്യക്തിപരമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം, ഇത് പേഴ്സണലി നമ്മളോട് സംസാരിക്കുന്നതോടൊപ്പം അള്ളാഹു നമ്മളെ ഒന്നിച്ച് വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഞാനൊരു വിശ്വാസി എന്ന നിലക്ക് ഞാൻ ഒറ്റയ്ക്കല്ല, മറിച്ച് എൻ്റെ കൂടെ വിശ്വാസികളായ കുറേ ആളുകളുണ്ട്, നമ്മളുടെ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു സംഘമുണ്ട്. അങ്ങനെ അള്ളാഹു നമ്മളോട് പറയുന്ന കാണാൻ കഴിയും. ഉമ്മത്ത് എന്ന് വിളിക്കുന്നുണ്ട്. കുൻതും ഖൈറ ഉമ്മത്ത്, നിങ്ങൾ ഏറ്റവും ഉത്തമരായ സമൂഹമാണ്. വകദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസത്ത, നിങ്ങളൊരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. വൽതക്കും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്ന് ഒരു സംഘമുണ്ടായി വരട്ടെ. അപ്പോൾ ഇതിലൊക്കെ അള്ളാഹു എന്താ പറയുന്നത്? നമ്മൾ ഒറ്റക്കല്ല. നമ്മളിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നിസ്കരിച്ച് നോമ്പ് നോറ്റ് അങ്ങനെ നല്ല വഴിക്ക് പോയിട്ട് സ്വർഗത്തിലെത്താം എന്നത് മാത്രമല്ല, ഈ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരു സംഘമാണ്, ഒരു കൂട്ടമാണ്, നമ്മളൊന്നാണ്. ഇങ്ങനെ അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പറയണം. അപ്പോൾ അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ എന്നൊരു കാര്യം പറയുന്നുണ്ട് അള്ളാഹു. അതായത് അതിൻ്റെ അർത്ഥം നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളതാണ്. അൽ അംറും ബിൽ മഅറൂഫ് വ നഹിയും അനിൽ മുൻകർ എന്നാണ് അതിൻ്റെ ആശയം. നമ്മൾ നന്മയുടെ വാഹകരാണ് അല്ലേ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് നന്മകളുടെ വാഹകരാണ്. ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, നന്മകളെക്കുറിച്ച് കുറേ കൺസെപ്റ്റുകളുള്ള ആളുകളാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റിലും ഈ കൺസെപ്റ്റ് അറിയാത്ത കുറേ ആളുകളുണ്ട്, അവരിലേക്ക് ഇത് എത്തിക്കണം. അതുപോലെ തന്നെ ഈ നന്മകൾ ജീവിതത്തിൽ പാലിക്കാത്ത കുറേ മനുഷ്യന്മാരുണ്ട്,
അവരുടെ ജീവിതത്തിലേക്ക് ഈ നന്മകൾ എത്തിച്ചു കൊടുക്കുക, അതിൻ്റെ പ്രായോഗികമായ മാതൃക കാണിച്ചു കൊടുക്കുക. അതുമാത്രമല്ല, ഇസ്ലാം നിരോധിച്ച അല്ലെങ്കിൽ ഇസ്ലാം പാടില്ല എന്ന് പറയുന്ന കുറേ തിന്മകളുണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രം പോരാ, അത് ചെയ്യുന്ന കുറേ ആളുകൾ നമ്മളുടെ ചുറ്റിലുണ്ടാകും. അവരുടെ ജീവിതത്തിൽ നിന്ന് അത് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനം കൂടി നമ്മൾ ചെയ്യണം. അതാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. ഒരു സോഷ്യൽ ഡ്യൂട്ടിയാണ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ നമ്മളൊരു നല്ല വിശ്വാസിയാകണമെങ്കിൽ നിസ്കാരവും നോമ്പും ഒക്കെ നിർവഹിക്കുന്ന ഒരു നല്ല ആളാവും മാത്രമല്ല, നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം. നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ എനിക്കെന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന ഒരു ബോധ്യം ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവരാണല്ലേ. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിലൊക്കെ എത്തുമ്പോൾ നമ്മളുടെ സ്കൂളിലും നമ്മളുടെ ചുറ്റുമുള്ള കുട്ടികളിലുമൊക്കെ പലതരത്തിലുള്ള തെറ്റായ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ തെറ്റായ കാര്യങ്ങൾ തിരുത്തേണ്ടതാരാ? അത് അധ്യാപകർ മാത്രം ചെയ്യേണ്ടതല്ല. ഇപ്പോൾ നല്ല നിസ്കരിക്കാനും ഇതിനൊക്കെ നമ്മൾ ഒരുമിച്ച് പോകുന്ന കുട്ടികളുണ്ടാവില്ലേ. അപ്പോൾ ഇതൊരു കൂട്ടായ്മയാകുക. ഈ കൂട്ടായ്മക്ക് നമ്മുടെ സ്കൂളിൽ ചെയ്യാൻ കുറേ നന്മകളുണ്ടാകും. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അത് കുട്ടികളുടെ ലോകത്ത് അവരുടേതായ മേഖലയിൽ അത് ചെയ്യേണ്ടി വരും. മുതിർന്നവരാകുമ്പോൾ അവർക്ക് നിർവഹിക്കാൻ അത് കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൽ ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ, പള്ളിയിൽ വരാത്തതിൻ്റെ പേരിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ വരാതിരിക്കരുത്, ജമാഅത്തിന് വരണം എന്നൊക്കെ പറഞ്ഞു. ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഒരുമിച്ച് ചെയ്യേണ്ട കുറേ പ്രവർത്തനങ്ങളുണ്ടാവും. ആ ഒരുമിച്ച് ചെയ്യേണ്ട പ്രവർത്തനത്തിൽ നിന്ന് ആരും മാറി നിൽക്കാൻ പാടില്ല. എല്ലാവരും അതിലുണ്ടാവണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അന്ന് ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും, പോരാട്ടങ്ങളുണ്ടാവും. അപ്പോൾ അതിന് ശേഷിയുള്ള, അതിന് കഴിവുള്ള എല്ലാ ആളുകളോടും അതിന് വരാൻ വേണ്ടി പറയും. അപ്പോൾ അതിൽ നിന്ന് ആരും മാറി നിൽക്കാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് തബൂക്ക് യുദ്ധത്തെക്കുറിച്ചൊക്കെ അറിയാമല്ലോ. തബൂക്ക് യുദ്ധ സമയത്തുണ്ടായൊരു സംഭവമുണ്ട്. അതായത് എല്ലാവരും യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറായി, എല്ലാവരോടും വരാൻ പറഞ്ഞു. അതിന് കഴിവുള്ള ആളുകളൊക്കെ വന്നു. എന്നാൽ 3 സ്വഹാബിമാർ, നല്ല ആൾക്കാരാണ് അവർ. അവരുടെ ജീവിതത്തിൽ നിസ്കാരവും നോമ്പും ഈമാനൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് കൂടെ വരാൻ പറ്റിയില്ല. അപ്പോൾ വരാൻ പറ്റിയില്ല എന്നാണ് അവർ വരണ്ട തീരുമാനിച്ചതല്ല. മറിച്ച് നല്ല ചൂടുള്ള സമയമാണ്. അറേബ്യയിൽ ചൂട് കാലത്താണ് ഈത്തപ്പഴങ്ങൾ പഴുക്കുക. അപ്പോൾ ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ പഴുത്തു തുടങ്ങുമ്പോൾ അത് പറിച്ചിട്ട് അത് ഉണക്കി മാർക്കറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ ഈ 3 പേർക്കും അവർക്ക് വലിയ തോട്ടങ്ങളുണ്ട്. ആ തോട്ടം കാബുബിനു മാലിക്, അതുപോലെ തന്നെ ഹിലാലുബിനു റബിയ, മുറാറ എന്ന് തുടങ്ങി ഇങ്ങനെ 3 സ്വഹാബിമാരാണ്. അപ്പോൾ ഇവർക്ക് നല്ല തോട്ടങ്ങളൊക്കെ ഉണ്ട്. അവരാലോചിച്ചത് എന്താണ്? ഈ തോട്ടങ്ങളിൽ നിന്ന് ഈത്തപ്പഴമൊക്കെ പറിച്ചെടുത്ത് അതൊക്കെ ഒന്ന് മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ട് നമുക്ക് യാത്ര പോവാം. കാരണം നമ്മളടുത്ത് നല്ല സ്പീഡിൽ പോകുന്ന കുതിരകളില്ലേ. അപ്പോൾ ഈ യുദ്ധത്തിന് പോകുന്ന ആളുകൾ, അവർക്ക് എല്ലാവർക്കും കുതിരയൊന്നുമില്ല. അതുകൊണ്ട് അവർ നടന്നിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ നടന്ന് ഒരു 2-3 ദിവസത്തിൻ്റെ അപ്പുറം എത്തുന്നൊരു ദൂരം ഉണ്ടാവുമല്ലോ. അത് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് എത്താൻ പറ്റും. നമ്മളുടെ അടുത്ത് കുതിരയൊക്കെ ഇല്ല. അതുകൊണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു? അവർ ഈത്തപ്പഴങ്ങളൊക്കെ പറിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ മാർക്കറ്റിലേക്ക് എത്തിച്ച് ഇന്ന് നാളെ പോകാം, നാളെ പോകാം, നാളെ പോകാം എന്ന് പറഞ്ഞിട്ട് എന്തായി? അവർക്ക് പോകാൻ പറ്റിയില്ല. നാളെ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് നീണ്ടുപോയി. അവസാനം യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തിയപ്പോൾ ഇവരോട് ചോദിച്ചു, നിങ്ങളെന്താ വരാഞ്ഞിരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ വരാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അവർക്കെതിരെ നല്ല നടപടിയെടുത്തു. ഇനി ആരോടും മിണ്ടാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല, അവരോടൊരു ഇടപാടും പാടില്ല. അവരെ മാറ്റി നിർത്തി. അതിൻ്റെ വലിയ സംഭവമാണ്. അവർ പിന്നീട് വീട്ടിലിരുന്ന് ഒരുപാട് കരഞ്ഞ് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് അവരുടെ തൗബ സ്വീകരിക്കുന്നത്. അപ്പോൾ ചെയ്ത തെറ്റെന്താ? നിസ്കരിക്കാത്ത കുഴപ്പമില്ല, നോമ്പെടുക്കാത്ത കുഴപ്പമില്ല. മറിച്ച് എല്ലാവരും കൂടി ചെയ്യേണ്ട ചില പണികളുണ്ട് ഇസ്ലാമിൽ. അത് ചെയ്യുന്നതിൽ നിന്ന് അവർ മാറി നിന്നതാണ് പ്രശ്നമായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഅയ്യിറുഹു ബിയദിഹി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ, ഒരു തിന്മ കണ്ടാൽ, അതിനെ നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ അത് നീക്കം ചെയ്യണം എന്നാണ്. കൈകൊണ്ട് നീക്കം ചെയ്യുക.
ഫ ഇല്ലം യസ്തത്തി ഫ ബിലിസാനിഹി, അതിന് നിങ്ങൾക്ക് സാധിക്കാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ നാവ് കൊണ്ട്, വാക്കുകൾ കൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കണം. ഫ ഇല്ലം യസ്തത്തി ഫ ബി കൽബിഹി, അതിനും പറ്റാത്ത അവസരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെതിരായിട്ടുള്ള ഒരു ബോധം സൃഷ്ടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ദാലിക അൽ അഫുൽ ഈമാൻ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മ കാണുമ്പോൾ അതിനോട് എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു അധ്യാപനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതിനൊരു സ്റ്റെപ്പ് പറയണം. ഒന്നാമത് പറയാണ്, നിങ്ങളൊരു തിന്മ കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് തടയാൻ നിന്നാൽ നമുക്ക് പ്രാക്ടിക്കലി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിർവഹിക്കണം. അപ്പോൾ പ്രാക്ടിക്കലി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രാക്ടിക്കലി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരാളെ ഒരാളെ ബാക്കിയുള്ളവർ ചേർന്ന് അടിക്കുകയാണ്, തല്ലുകയാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ ബാക്കി കുട്ടികൾ ചേർന്ന് മർദ്ദിക്കുകയാണ്. നമ്മളിങ്ങനെ നോക്കി നിൽക്കാനോ? ചെയ്യാൻ പാടില്ല. നമുക്ക് ചെന്നിട്ട് അതിനെ അടിക്കുന്നത് തടയാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അല്ലെങ്കിൽ നേരെ ചെന്നിട്ട് ടീച്ചേഴ്സിനോട് പറയാൻ പറ്റുമെങ്കിൽ അത് പറയണം. എന്നിട്ട് അതിനെ, ആ പറയുന്ന തെറ്റിനെ അവിടുന്ന് തടുക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ, ഇപ്പോൾ ലഹരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ലഹരിയൊക്കെ ഇന്ന് അതിലൊക്കെ പെട്ടുപോകുന്ന കുട്ടികളോട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെ, അതുപോലെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ടീച്ചേഴ്സിനോടും രക്ഷിതാക്കളോടൊക്കെ ചെന്ന് അതിനെക്കുറിച്ച് പറയണം. ഇങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഇനി നമുക്ക് പ്രാക്ടിക്കലി ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില തിന്മകളാണ്. ചിലപ്പോൾ അധികാരികളൊക്കെ ചെയ്യുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള തിന്മകൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ ഭരണകൂടം ചില അനീതികൾ, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെന്നിട്ട് മന്ത്രിമാരുടെ കോളറിന് പിടിക്കാൻ പറ്റില്ലല്ലോ. മറിച്ച് നമുക്കെന്താ ചെയ്യാൻ പറ്റുക? അത് തെറ്റാണ്, അത് തിന്മയാണെന്ന് പറയാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തിന്മകളെ തടയുന്നൊരു മാർഗ്ഗം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രകടനങ്ങളൊക്കെ നടത്തില്ലേ? പ്രകടനങ്ങൾ, സമ്മേളനങ്ങൾ, പ്രതിഷേധ മാർച്ചുകളൊക്കെ നടത്തും. അതതിൻ്റെ ഭാഗമാണ്. കാരണം നമ്മളൊരു തിന്മക്കെതിരെ, ഒരു തെറ്റിനെതിരെ പ്രതികരിക്കുകയാണ്, സംസാരിക്കുകയാണ്. അപ്പോൾ അതതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. മൂന്നാമത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അതിനും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും അതിനോട് എതിർക്കണം എന്നാണ്. അതായത് നമ്മളുടെ മനസ്സിൽ ചുറ്റുമുള്ള തിന്മകളോടും അതുപോലെ തന്നെ അനീതികളോടും ഒരു എതിർപ്പെങ്കിലും മനസ്സിലുണ്ടാവണം. ഈ എതിർപ്പുണ്ടാവുക പറഞ്ഞാൽ, ഇപ്പോൾ ചില ആളുകളുണ്ടാവും, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പ്രത്യേകിച്ചൊന്നും ആലോചിക്കുന്നില്ല. അതൊന്നും ഇപ്പോൾ നമ്മളെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. അങ്ങനെ പാടില്ല. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? തിന്മകളോട്, അനീതികളോട് ഒക്കെ മനസ്സിലെങ്കിലും ഒരു 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 സമരബോധം ഉണ്ടാവണം. അതിനോടൊരു എതിർപ്പുണ്ടാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദാലിക അദ്അഫുൽ ഈമാൻ എന്നാണ്. അത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയെന്നാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? തിന്മകളോടും തെറ്റുകളോടും ചുറ്റുമുള്ള അത്തരം കാര്യങ്ങളോടൊന്നും നമ്മളുടെ മനസ്സിൽ പോലും ഒരസ്വസ്ഥതയുമില്ല, ഒരു എതിർപ്പും ഇല്ലെങ്കിൽ നമുക്ക് ഈമാനില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഈമാനുള്ളവർ എന്തുണ്ടാവണം? സാമൂഹിക ബോധം ഉണ്ടാവണം, തിന്മകളോട് എതിർപ്പുണ്ടാവണം, അത് നിർവഹിക്കുന്ന കൂട്ടായ്മകളിൽ നമ്മൾ ഉണ്ടാവണം, അതിൻ്റെ ഭാഗമായി നിന്ന് അത്തരം സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാകണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.